ഹലോ ഫ്രണ്ട്സ്, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് NCERTയുടെ എക്സസൈസ് 5.5 വർക്കൗട്ട് ചെയ്യാൻ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ x, log x, sin x, അപ്പോൾ ആ രീതിയിൽ വന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സസൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? നമ്മൾ ഈ എക്സസൈസിൽ 5.5 എക്സസൈസിൽ കംപ്ലീറ്റ്ലി എന്താണ് നമുക്ക് വരുന്നത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ലോഗ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസിയേഷൻ്റെ മെത്തേഡുകളാണ് ഈ എക്സസൈസിൽ വരുന്നത്. ഓക്കെ. സോ അതാ നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്താണെന്ന് നോക്കിയേ. കോസ് എക്സ് ഇൻറ്റു തന്നേക്കുന്നു y ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഓക്കെ y ഈസ് ഈക്വൽ ടു ഒന്നുമല്ല തന്നേക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുള്ളൂ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക എന്ന് പറയുക. ഞാൻ എന്ത് ചെയ്തു? ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പോവുക? ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. പക്ഷേ അതാ നോക്കിയേ, ഇവിടെ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x 3 ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്യാനാണ് എളുപ്പം, ലോഗ് യൂസ് ചെയ്യാനാണ് എളുപ്പം? ലോഗ് യൂസ് ചെയ്യാനാണ്. കാരണം രണ്ട് സൈഡിൽ ലോഗ് ആയി കഴിഞ്ഞാൽ ഈ ടേമെല്ലാം എനിക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് എഴുതാം. ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എനിക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്നോ അതോ നോക്കിയോ. സോ ഞാൻ രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഇനി സിമ്പിൾ, നമ്മൾ ലോഗ് കണ്ടുപിടിക്കുക. ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം എന്ത് ചെയ്യാം? പ്ലസ് ആക്കി എഴുതാം. സോ ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. ഓക്കെ. സോ രണ്ട് സൈഡിൽ ഇനി എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതെല്ലാം പ്ലസ് ചെയ്ത് കിടക്കും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈച്ച് ടൈമിനെ ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാം? ഡെറിവേറ്റ് ചെയ്ത് എഴുതാം. സോ ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാ നോക്കിയേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ഇതിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തു അല്ലേ? സോ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ സെപ്പറേറ്റ് ഡെറിവേറ്റീവ്സ് എടുക്കാം. ഓക്കെ. സോ ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x, ലോഗ് കോസ് എക്സ് ആയപ്പോൾ 1/cos x ഇൻറ്റു എന്താ? എക്സ് അല്ല കിടന്നത്, കോസ് എക്സ് ആ കിടന്നത്. സോ എന്ത് ചെയ്യണം? ഇൻറ്റു d/dx ഓഫ് കോസ് എക്സും കൂടെ വേണം. ഓക്കെ. ഈ കാര്യം അറിയാവുന്നേ. സോ ഞാൻ ഇനി അങ്ങനെ എഴുതി പോകുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തേല്ലയോ? കഴിഞ്ഞ എക്സസൈസോ അതിന് മുന്നത്തെ എക്സസൈസിലൊക്കെ എന്ത് ചെയ്താ? ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ. സോ നമുക്കിനി ഡയറക്റ്റ് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ഒക്കെ എടുത്ത് വയ്ക്കുക, തൊട്ട് മുന്നത്തെ എക്സസൈസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്തത് എന്ത് ചെയ്യുക? തറവാക്കുക, പക്കയാക്കുക. ഓക്കെ. സോ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് 2xൻ്റെ ഡെറിവേറ്റീവോ 1/cos 2x ഇൻറ്റു കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ 2x ഇൻറ്റു എന്താ ഉണ്ട്? ഇനി കോസ് 2x ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x ഉണ്ട്. പക്ഷേ എന്താ? കോസ് എക്സ് അല്ലായിരുന്നു, കോസ് 2x ആയിരുന്നു. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇനി ആരുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം? 2xൻ്റെ കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇൻറ്റു എന്ത് ചെയ്യണം? 2. ഓക്കെ. പ്ലസ് കോസ് 3xൻ്റെയോ 1/cos 3x. പക്ഷേ നമുക്കറിയാം ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലയോ? ലോഗ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഇനി അതും എന്ത് ചെയ്യുക? 3x എന്ന് പറയുന്നത് അകത്ത് വെറും x അല്ല കിടക്കുന്നത്, അകത്ത് എന്താ? 3x കിടക്കുന്നത്. സോ വീണ്ടും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അങ്ങനെ കിടക്കുന്നത് അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ ലോഗ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും 1/cos 3x. ഇനി കോസ് 3xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് 3xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x. ഇനി എന്തോടൊപ്പം ഉണ്ടാകത്ത്? x അല്ല കിടക്കുന്നത്, 3x ആണ് കിടക്കുന്നത്. സോ അതിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. അതെന്ത് കിട്ടും? ഇൻറ്റു 3. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ എന്താ ഇവനിങ് എടുത്തോട്ടെ. ഇവനിങ് എടുക്കുവാന്നേ, എടുക്കും. ഓക്കെ. അവിടുന്ന് ഒരാളും കൂടെ അങ്ങ് പോയിരുന്നു, അവനെ വേണ്ട. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഈ കിടന്നത് അല്ലേ? നമ്മൾ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് എന്ത് ചെയ്താൽ ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് dy/dx അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ dy/dx ഈസ് ഈക്വൽ ടു y അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, y ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തോ ടാൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താവും? മൈനസ് ടാൻ എക്സ് എന്ന് വരും. ഇൻറ്റു
അല്ല സോറി പ്ലസ് ആയില്ലേ പ്ലസ് മൈനസ് സൈൻ ടു എക്സ് ബൈ കോസ് ടു എക്സ് എന്താ ടാൻ ടു എക്സ്. സോ മൈനസ് ടാൻ ടു എക്സ് ഇൻറ്റു എന്തുകൊണ്ട് ഒരു 2 ഉണ്ട്. ഇനി അടുത്ത ടൈം എന്താ മൈനസ് സൈൻ 3x ഡിവൈഡ് ബൈ കോസ് 3x അതെന്താവും മൈനസ് ടാൻ 3x ആവും ഇൻറ്റു എന്തുകൊണ്ട് 3 ഉണ്ട്. ഓക്കെ സോ ഡി വൈ ബൈ ഡി എച്ച് ഈസിക്കൽ ടു വൈ ഇൻറ്റു വൈ എന്തായിരുന്നു വൈ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ ആയിരുന്നു. എന്തായിരുന്നു ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ആണേ ആണ്. സോ വൈ ഈസിക്കൽ ടു എന്താ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ഇൻറ്റു എന്തുകൊണ്ട് മൈനസ് ടാൻ എക്സ് ടാൻ 2x ഇൻറ്റു 2 അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് 2 ടാൻ 2x മൈനസ് 3 ടാൻ 3x. ആൻസറായി ഡി വൈ ബൈ ഡി എക്സ് ആയി. സിമ്പിൾ അല്ലയോ? സിമ്പിൾ. നോക്കാം അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇതാണ്ടേ y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്കറിയാം ലോഗ് യൂസ് ചെയ്യാൻ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. കുറേ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. കോഷ്യൻ റൂളും പ്രൊഡക്റ്റ് റൂളും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് നമ്മൾ ലോഗ് യൂസ് ചെയ്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആണ് ലോഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ റൂട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? റേസ് ടു 1/2 എന്ന് എഴുതും അല്ലയോ. സോ y ഈസ് ഈക്വൽ ടു ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാ y is equal to x minus 1 into x minus 2 the whole divided by x minus 3 into x minus 4 into x minus 5 the whole raised to എന്തെന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. എഴുതാമോ? റൂട്ടിനെ മാറ്റി ഹോൾ റേസ്റ്റ് 1/2 ആക്കി. എന്തിനാ? നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് എടുക്കാനുള്ളതല്ലയോ, രണ്ട് സൈഡിൽ ലോഗ് എടുക്കാനുള്ളത്. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് പവറിനെ എന്ത് ചെയ്യാം? നമുക്ക് സൈഡിലോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 1/2 ഇൻറ്റു log of x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 എഴുതാം. ഓക്കെ സോ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് എടുത്തത് കൊണ്ട് തന്നെ ഇവിടെ റേസ് ടു 1/2 കിടന്നാൽ ആ 1/2 നമുക്ക് എന്ത് ചെയ്യാം? ആണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാം. പ്രശ്നമൊന്നുമില്ല. ഇനി ആൻസറായി. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 1/y ലോഗ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എച്ച് ഈസ് ഈക്വൽ ടു സോ 1/2 കോൺസ്റ്റൻ്റ് അതിനെ അതേപോലെ എഴുതി. ഈ ലോഗിനെ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. സോ ഡി ബൈ ഡി എച്ച് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യാൻ പോകും. 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/2 വെളിയിൽ എഴുതി. സോ ഡെറിവേറ്റീവ് ഓഫ് എന്താ? ഇവനെയാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടതല്ലയോ, ഡെറിവേറ്റ് ചെയ്യേണ്ടത് ലോഗ് ടേമിനെയാണ്. സോ ലോഗ് ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലോഗ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം പ്ലസ് ഇട്ട് എഴുതാം. സോ എക്സ് മൈനസ് 1 പ്ലസ് log of x minus 2 മൈനസ് ഡിവൈഡ് താഴെ കിടക്കുന്ന ടേമിനെല്ലാം മൈനസ് ചെയ്ത് നമുക്ക് എഴുതാം അല്ലേ. സോ മൈനസ് log of x minus 3 മൈനസ് log of x minus 4 മൈനസ് log of x minus 5 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം. ഈച്ച് ടേമിനെയും ഡെറിവേറ്റ് ചെയ്യാം. കണ്ടോ പ്ലസും മൈനസും ഇട്ട് കിടക്കുക. സോ ഈച്ച് ടേമിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റ് ചെയ്യാം. സോ ലോഗ് ഓഫ് എക്സ് മൈനസ് 1 ഡെറിവേറ്റീവ് എന്താ? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എന്തുകൊണ്ട്? എക്സ് മൈനസ് 1 ഡെറിവേറ്റീവ് ഉണ്ട്. എക്സ് മൈനസ് 1 ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1 ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. സോ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ പ്ലസ് രണ്ടാമത്തെ ടേം 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് അത് എന്ത് തന്നെയാണ്? 1 തന്നെ കിട്ടും നമുക്ക് അല്ലയോ. സോ അടുത്ത ടൈം എന്താ? മൈനസ് എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താ? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് അതെന്താ? 1 ആവും. മൈനസ് 1 divided by x minus 4 into 1 minus 1 divided by x minus 5 into 1 ഓക്കെ ആണേ. ഓക്കെ സോ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാം ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്താ? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ x minus 3 into x minus 4 into x minus 5 ഓക്കെ ആണേ. ഓക്കെ ഇൻറ്റു എന്താ ഉണ്ട്? അകത്ത് കുറേ ടേമുകൾ കിടപ്പുണ്ട്. ടേമുകൾ ഏതൊക്കെയാണ്? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1
പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. ഓക്കെ ആണേ? ഓക്കെ. സോ ആൻസറായി. എളുപ്പമല്ലേ? എളുപ്പം. അങ്ങനെ എന്താ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ നിൽക്കുന്നത്? y ഈസ് ഈക്വൽ ടു log x ദ ഹോൾ റേസ് ടു cos x. കണ്ടോ? y റേസ് ടു എക്സ് എന്നൊക്കെ ഉള്ള രീതി കിടക്കും അല്ലേ? ഒരു പാരാമീറ്റർ, ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കിടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും? ലോഗ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ തൊട്ട് മുന്നേ വേറൊരു പ്രോബ്ലം ചെയ്തായിരുന്നില്ലയോ? y റേസ് ടു എക്സ് പ്ലസ് യു റേസ് ടു എക്സ് റേസ് ടു വൈ പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു ഫംഗ്ഷൻ പ്ലസ് ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ കിടക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്? ഈ സിഗൽ ഇസഡ് എന്നോ അങ്ങനെയാണ് കിടക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്? രണ്ട് സൈഡിലും ലോഗ് എടുക്കരുത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. അതാ നോക്കിയേ, ഇങ്ങനെ വന്നേക്കും ഒരു ഫംഗ്ഷൻ. സോ y റേസ് ടു എക്സ് പ്ലസ് log x റേസ് ടു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് കിടക്കുക. സോ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ആദ്യമേ കയറി ഇങ്ങനെ അങ്ങ് എന്ത് ചെയ്യരുത്? ലോഗ് എടുക്കരുത്. സോ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഇങ്ങനെ. കാരണം ലോഗിനകത്ത് ഇങ്ങനെ പ്ലസ് ചെയ്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യും, ഇവന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും യു, ഇവന് നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും ബി. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? രണ്ടും ഡെറിവേറ്റ് ചെയ്യും, രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്യും. എന്നിട്ട് ഡി യു ബൈ ഡി എക്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഡി യു ബൈ ഡി എക്സ് പ്ലസ് രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. അങ്ങനെ കണ്ടുപിടിക്കും. ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും നമ്മൾ എന്ത് ചെയ്യും? ഇനി സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഓക്കെ ആണേ? സോ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ സാധനം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്ത് ആൻസറിലോട്ട് എത്താം. പക്ഷേ ഇത് ഒരു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ പ്ലസ് അടുത്ത ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? അതിന് പുതിയ പേര് കൊടുക്കും. ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? പുതിയൊരു പേര് കൊടുക്കും. ഓർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ പ്ലസ് ഓർ മൈനസ് വേറൊരു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈച്ച് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകം പേര് കൊടുക്കും. കണ്ടോ? യു വി എന്നൊക്കെ പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും ഒക്കെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ചെയ്തതാണ്. ആ ചെയ്ത പ്രോബ്ലം ഓർത്ത് വെച്ചേക്കുക. എക്സാമ്പിളിനകത്തൊരു പ്രോബ്ലം ചെയ്തതാണ് അല്ലേ? ഓക്കെ. സോ എന്തായാലും ഇവിടെ നമുക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പം നമുക്കിപ്പോൾ വരുമ്പോൾ നമുക്കത് കാണാം. ഓക്കെ. സോ നോക്കിക്കോ. ഓക്കെ. y ഈസ് ഈക്വൽ ടു log x ദ ഹോൾ റേസ് ടു cos x. എന്ത് ചെയ്യും? ലോഗ് എടുക്കും. log y ഈസ് ഈക്വൽ ടു log ഓഫ് log x റേസ് ടു cos x. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് എന്ത് ചെയ്യാം? cos x നെ താഴോട്ട് വരാം അല്ലേ? സോ cos x ഇൻറ്റു log ഓഫ് log x. ഡെറിവേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക. സോ 1/y ഇൻറ്റു dy by dx is equal to d by dx of cos x into log of log x. Okay ane? Okay. So 1/y into dy by dx is equal to cos x into log of log x. ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കണ്ടോ? ഒരു ഫംഗ്ഷൻ ഇൻറ്റു അടുത്ത ഫംഗ്ഷൻ. ആ രണ്ടാമത് നടക്കുന്ന ഫംഗ്ഷൻ എന്താ? അതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ലോഗ് ഓഫ് ലോഗ് എക്സ് എന്നാണ് നടക്കുന്നത്. പ്രശ്നമല്ല, കോമ്പോസിറ്റ് ഫംഗ്ഷനെയൊക്കെ ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അറിയാവുന്നേ. സോ അതൊന്നും പ്രശ്നമൊന്നുമല്ല നമുക്ക്. ഓക്കെ. സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് തൽക്കാലം യു ഇൻറ്റു വി എന്ന് പറഞ്ഞ് കിടക്കും അല്ലേ? സോ യു ഇൻറ്റു വി, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. സോ യു ഡാഷ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻസ് യു ഡാഷ് ഇൻറ്റു വി. വി എന്തായിരുന്നു? ലോഗ് ഓഫ് log x u dash v പ്ലസ് u ഇൻറ്റു cos x ഇൻറ്റു v ഡാഷ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് log x. ഓക്കെ ആണേ? ഓക്കെ. സോ യു ഡാഷ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ഇൻറ്റു വി അതേപോലെ എഴുതി log x പ്ലസ് യു ഇൻറ്റു കോസ് എക്സിനെ അതേപോലെ എഴുതി ഇൻറ്റു വി ഡാഷ്. കണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് log x കണ്ടുപിടിക്കണം. സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു
ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു മൈനസ് ഉണ്ടല്ലേ, സോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈസിയാണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/x. സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 1/log x ആയിരിക്കും. ലോഗ് എക്സ് ആണെങ്കിൽ 1/x, ലോഗ് എക്സ് ആണെങ്കിൽ എക്സിന് വരാൻ വന്നിരിക്കുന്നത് എന്താ ലോഗ് എക്സ് വന്നിരിക്കുന്നത്. സോ എന്ത് വരും 1/log x ഇൻറ്റു എന്ത് ചെയ്യണം, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലയോ, അപ്പോൾ ഇതിൻ്റെയും കൂടെ എടുക്കണം, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ അകത്ത് കിടക്കുന്ന ലോഗ് എക്സിന് ഡെറിവേറ്റീവ് കൊടുക്കണം, അതെന്താ 1/x. ഓക്കെ ആണേ. സോ ആൻസർ എന്ത് കിട്ടും 1/x log x. ഓക്കെ, സോ 1/x ഇൻറ്റു log x, 1/x ഇൻറ്റു log x ആൻസറായി. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു വൈ എന്താ ലോഗ് എക്സ് റൈസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് മൈനസ് പോസിറ്റീവ് ടൈമിനെ ഫസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ, മൈനസ് സൈൻ എക്സ് ഇൻറ്റു log of log x. ഓക്കെ, സോ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ് റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു സൈൻ എക്സ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് എന്താ വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു സൈൻ എക്സ്. ഇവിടെ നമ്മൾ കണ്ടല്ലേ, ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പോലെ കിടക്കും, ഒരു ഫംഗ്ഷൻ റൈസ് ടു ഒരു ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്തിട്ടുണ്ട് മൈനസ് അതേപോലെ ഒരു ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ കിടപ്പുണ്ട്. സോ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ലോഗ് നമ്മൾ ആദ്യമേ എടുക്കത്തില്ല, കാരണം ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പ്ലസ് ഓർ മൈനസ് വേറെ ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഡയറക്റ്റ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ലോഗ് എടുക്കത്തില്ല. പകരം നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളിവന് പേര് കൊടുക്കും അല്ലയോ, യു എന്നും വി എന്നും പേര് കൊടുക്കും. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു ശരിക്കും എന്താ ഇപ്പം യു മൈനസ് വി ആണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം, അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണോ അല്ലേ. യു മൈനസ് വി പേര് കൊടുത്തു, യു മൈനസ് വി എന്ന് എഴുതി. സോ ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പം ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ് വി അല്ലയോ. സോ അതിനെ സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യാം, ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ്. ഇനി നമുക്ക് ആരെയൊക്കെ വേണം, ഡി യു ബൈ ഡി എക്സും വേണം, ഡി വി ബൈ ഡി എക്സും വേണം. കണ്ടുപിടിക്കാം. നമ്മൾ കൊടുത്ത യു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, എക്സ് റൈസ് ടു എക്സ്. സോ ലോഗ് എടുക്കാം, ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, സോ 1/u രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യാൻ പോകും. സോ 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ആൻസർ എന്ത് കിട്ടും, ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് എന്ത് കിട്ടും, യു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു യു എന്താ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം, യുവിനെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ ഡി യു ബൈ ഡി എക്സ് യു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1, യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എക്സ്. സോ എക്സ് റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എന്താ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ഇനി ആരെ വേണം, ഡി വി ബൈ ഡി എക്സ് വേണം നമുക്ക്. ഇനി ആരെ വേണം, ഡി വി ബൈ ഡി എക്സ് നമുക്ക് വേണം. നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ ആരാ, വി എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു സൈൻ എക്സ്. ലോഗ് വി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ലോഗ് 2 റൈസ് ടു സൈൻ എക്സ്. സോ എന്ത് ചെയ്യാം, സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 എന്ന് വിളിക്കാം. ആണോ, ലോഗ് 2 റൈസ് ടു സൈൻ എക്സ് വരും. സോ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ സൈൻ എക്സ് ഇൻറ്റു
log 2. ഇനി ഈസിയാ 1/v dv/dx ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെറിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ log 2 കോൺസ്റ്റൻ്റ് അതിനെ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഓക്കെ, സോ dv/dx ഈസ് ഈക്വൽ എന്ത് കിട്ടും? v ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു log 2. ഇനി വി ആരാടേ? വി എന്ന് പറഞ്ഞാൽ 2 sin x. സോ 2 sin x ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു log 2. ഓക്കെ ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടി? ഇവിടെ എന്ത് കിട്ടി? മൈനസ് ദാണ്ട് ഇവനെ എങ്ങനെ എഴുതിയാൽ മതി? dv/dx അല്ലയോ? dv/dx. സോ 2 sin x ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു log 2. ആൻസറായി. ഓക്കെ ഓക്കെ, നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. y ഈസ് ഈക്വൽ ടു താണ്ട ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, x+3² ഇൻറ്റു എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? y ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അല്ലയോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഗുണം എന്താ? ഈ ടേമേ പ്ലസ് ഈ ടേമേ പ്ലസ് ഈ ടേമേ. സോ ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, യൂസ് ചെയ്യേണ്ടി വരത്തില്ല. എല്ലാം പ്ലസ് ചെയ്ത് നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് x+3² ഇൻറ്റു x+4³ ഇൻറ്റു x+5⁴. ലോഗ് y ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് കൊടുക്കുക അല്ലേ? എന്നിട്ട് അതേപോലെ പവറിനെ എന്ത് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയും ചെയ്യാം. സോ അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചേക്ക് പറയാൻ പോവാം. സോ 2 ഇൻറ്റു ലോഗ് ഓഫ് x+3 പ്ലസ് 3 ഇൻറ്റു ലോഗ് ഓഫ് x+4 പ്ലസ് 4 ഇൻറ്റു ലോഗ് ഓഫ് x+5. സംശയമുണ്ടോ? ഇല്ല, കാരണം ലോഗിനകത്ത് കിടക്കുന്നതിനെല്ലാം എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് ലോഗ് ഓഫ് x+3² പ്ലസ് ലോഗ് ഓഫ് x+4³ പ്ലസ് ലോഗ് ഓഫ് x+5⁴ അങ്ങനെ എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്ത് ആ പവറിനെ എല്ലാം എന്ത് ചെയ്തിങ്ങി താഴോട്ട് എഴുതി. കണ്ടോ? എഴുതി. എന്താ നമുക്കറിയാം അല്ലയോ? ലോഗ് ഓഫ് a⁻b എന്ന് പറഞ്ഞാൽ എന്താ? b ഇൻറ്റു ലോഗ് എ. സോ പവറിനെ എനിക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, ലോഗിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യുക. സോ 1/y dy/dx ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് അതിനെ അതേപോലെ എഴുതുക. ലോഗ് ഓഫ് x+3യുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ലോഗ് x+3യുടെ ഡെറിവേറ്റീവ് 1/x+3 ഇൻറ്റു എന്തുകൊണ്ട്? x+3യുടെ ഡെറിവേറ്റീവ് ഉണ്ട്. പക്ഷേ x+3യുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താവും? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, 3യുടെ ഡെറിവേറ്റീവ് 0 ആവും. സോ 1+0 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതേപോലെ x+4ൻ്റെ എന്ത് തന്നെ കിട്ടും? 1 കിട്ടും. x+5ൻ്റെ എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടുന്നത്. ഓക്കെ, സോ 2 ഇൻറ്റു 1/x+3 പ്ലസ് 3 ഇൻറ്റു 1/x+4 പ്ലസ് 4 ഇൻറ്റു 1/x+5. ഓക്കെ ഓക്കെ, സോ dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു എന്താ? y എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫംഗ്ഷൻ എന്താ? x+3² ഇൻറ്റു x+4³ ഇൻറ്റു x+5⁴ ഇൻറ്റു എന്തുകൊണ്ട്? ഇതാണ്ടെ നമ്മുടെ ടേം എന്താ? 2/x+3 പ്ലസ് 3/x+4 പ്ലസ് 4/x+5. ആൻസർ. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ x+1/x⁴ പ്ലസ് x⁻1+1/x. എന്തൊക്കെയോ വലിയ സാധനങ്ങൾ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പേടിക്കണ്ട, എളുപ്പമാണ് ചെയ്യാൻ. നമുക്കറിയാം ആദ്യമേ എന്തായാലും നമുക്കറിയാം ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ പ്ലസ് ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യമേ കയറും ലോഗ് അപ്ലൈയത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവർക്ക് പേര് കൊടുക്കും. ആദ്യമേ എന്ത് ചെയ്യും? പേര് കൊടുക്കും. നമുക്ക് പേര് കൊടുക്കാം. താണ്ട ഇവനെ ഞാൻ എന്തോ വിളിച്ച് u എന്ന് വിളിച്ച്, ഇവനെ ഞാൻ എന്തോ വിളിച്ച് v എന്ന് വിളിച്ച്. പ്രശ്നമില്ല. സോ y ഈസ് ഈക്വൽ ടു എന്താ? u പ്ലസ് v. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? dy/dx ഈസ് ഈക്വൽ ടു du/dx പ്ലസ് dv/dx ആണ്. സോ നമുക്ക് ആദ്യം du/dx വേണം, dv/dx വേണം. കണ്ടുപിടിക്കാം, സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. u ഈസ് ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? u ഈസ് ഈക്വൽ ടു നമ്മൾ ആർക്കാ u എന്ന് പേര് കൊടുത്തത്? x പ്ലസ് 1/x⁴ ഇവനെ ആയിരുന്നു. അങ്ങനെ ആയതാ നോക്കിയോ. x+1/x⁴ ഞാൻ എന്ത് ചെയ്യാൻ പോവാ?
ഓക്കെ യു എന്ന് പേര് കൊടുത്താൽ. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/x. ഓക്കെ ആണേ. ഓക്കെ സോ 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ആരാ, ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/x യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു ബി ഡാഷ് ലോഗിൻ്റെ ഇവൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ആരുടെ കണ്ടുപിടിക്കണം, എവൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അവൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും, ലോഗിൻ്റെ ഡെറിവേറ്റീവ് എനിക്ക് എന്തായാലും അറിയാം, എന്താ 1/x പ്ലസ് 1/x ലോഗിൻ്റെ ഡെറിവേറ്റീവ്. കാരണം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/x, ലോഗ് എക്സ് അല്ല കിടക്കുന്നത് ഇവനാണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം, അവൻ്റെ ഡെറിവേറ്റീവ്. പക്ഷേ അവിടെ കൊണ്ട് തീർന്ന ആൻസർ ഇല്ല, നമുക്കറിയാം ഇതിനകത്ത് കിടന്നത് എന്താ വേറൊരു ഫംഗ്ഷനാണ്. സോ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കണം. എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ, ആദ്യമേ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ ചെയ്താൽ മതി. എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ്. സോ ആദ്യമേ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇല്ലയോ, നമുക്ക് എന്താ വേണ്ടുന്നത്, എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടുന്നത്. ആണ് കാരണം എന്താ, അതിനകത്ത് കിടന്ന ഫംഗ്ഷൻ എന്തുവാ, എക്സ് പ്ലസ് 1/x. സോ ഇൻറ്റു എന്ത് ചെയ്യണം, അവൻ്റെ ഡെറിവേറ്റീവും കൂടെ ചെയ്യണം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ചെയ്യുന്നത് ചെയിൻ റൂൾ. എക്സ് പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, മൈനസ് 1/x². 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് 1/x². എങ്ങനെ മനസ്സിലായി, 1/x എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റൈസ് ടു -1 ആണ്. എക്സ് റൈസ് ടു -1 ഡെറിവേറ്റീവ് എന്താ, -1 എക്സ് റൈസ് ടു -1 സോ -2 വരും. നമ്മുടെ എൻ എക്സ് റൈസ് ടു n-1 റൂൾ ഇല്ലയോ, ആ റൂൾ ഉപയോഗിച്ചാൽ മതി. 1/x എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു -1. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, -1 ഇൻറ്റു എൻ എക്സ് റൈസ് ടു n-1 അല്ലേ. സോ -1 ഇൻറ്റു എക്സ് റൈസ് ടു -1 അത് കിട്ടും -2. അല്ലെങ്കിൽ നമുക്ക് പറയാതെ എന്താ, -1/x². ഓക്കെ. സോ ഇതെന്ത് കിട്ടും, 1 - 1/x² കിട്ടും. ഓക്കെ ആണേ. ഓക്കെ സോ അതുമായി. ഇനി നമുക്ക് ആരെ വേണ്ടുന്നത്, ഡി യു ബൈ ഡി എക്സ് ആണ് വേണ്ടുന്നത്. ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യുവിന് അപ്പുറം കൊണ്ടുപോകുക, യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എത്ര, എക്സ് പ്ലസ് 1/x ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/x പ്ലസ് എക്സ് ഇൻറ്റു 1 - 1/x² ദ ഹോൾ ഡിവൈഡഡ് ബൈ, കണ്ടോ 1/x പ്ലസ് 1/x. ഓക്കെ ആണേ. ഓക്കെ എന്താ ചെയ്തത്, എക്സ് ഇൻറ്റു ഇതേ ഇൻറ്റു ഇത്. ഓക്കെ സോ എക്സ് ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ സോ ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ, എക്സ് ഇൻറ്റു അടുത്ത ടൈം എന്താ വേണ്ടേ, ഇത് ന്യൂമറേറ്റർ കിടന്നതാണ്. സോ അതിന് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ തന്നെ എഴുതാം, 1 - 1/x². ഇതെവിടെ കിടന്നതാ, ഡിനോമിനേറ്റർ കിടന്നതാണ്. ഓക്കെ സോ ഇത്രയായി, ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ആരെ വേണം, ഡി വി ബൈ ഡി എക്സ് വേണം, ഡി വി ബൈ ഡി എക്സ്. സോ ഡി വി ബൈ ഡി എക്സിനെ കണ്ടുപിടിക്കാം. ഡി വി ബൈ ഡി എക്സ്, വി ആരാ, വി ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1 + 1/x. ലോഗ് എടുക്കാം, ലോഗ് വി ഈസ് ഈക്വൽ ടു 1 + 1/x ഇൻറ്റു ലോഗ് എക്സ് എഴുതാം. ഇനി 1/y ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ്, ഫസ്റ്റ് 1 + 1/xൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ഇൻറ്റു ലോഗ് എക്സ്. കണ്ടോ, യു ഡാഷ് ഇൻറ്റു വി പ്ലസ് എന്തുകൊണ്ട് യു അതേപോലെ എഴുതാം, 1 + 1/x ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഓക്കെ സോ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എത്ര, എക്സ് റൈസ് ടു 1 + 1/x ഇൻറ്റു വി ഇൻറ്റു ബ്രാക്കറ്റ് എന്തുകൊണ്ട് 1/x ഇൻറ്റു 1 + 1/x മൈനസ് എന്തുകൊണ്ട് 1/x² ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ സോ നമുക്ക് ആൻസർ ആയില്ലയോ, നമുക്ക് എന്ത് കിട്ടി, ആൻസറിലോട്ടെത്തി. ഡി വൈ ബൈ ഡി എക്സ് അല്ലാതെ നമുക്ക് വേണ്ടുന്നത് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആയിരുന്നു നമുക്ക് വേണ്ടുന്നത്. സോ എഴുതാം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്താ, എക്സ് പ്ലസ് 1/x ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു
log of x plus 1 by x plus x into 1 minus 1 by x square the whole divided by x plus 1 by x. അത്രയായി. ഇനി എന്തുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് എന്തുവാ എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ആണോ ആണ് ഇൻറ്റു എന്തുകൊണ്ട് ആണ്ടെ 1 പ്ലസ് 1 ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ലോഗ് എക്സ്. ഓക്കെ, അപ്പോൾ ലെങ്തി ആയിട്ടുള്ളൊരു ആൻസർ കിട്ടി നമുക്ക് അല്ലേ. സോ ഒന്നുമില്ല, യു ആയിട്ട് എടുക്കുക, വി ആയിട്ട് എടുക്കുക, യുവിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, വിയുടെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ വന്നാലും ഡെറിവേറ്റീവ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയാലും അല്ലാത്തൊക്കെ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസിനെയൊക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്നത്. നമ്മൾ ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ളത് അല്ലയോ. ഇവിടെ അത്രേ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു എക്സിനെ അതേപോലെ എഴുതി ഇൻറ്റു വി ഡാഷ്. എന്താ ആകെ ചെയ്തത്, ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ബൈ എക്സ്. സോ ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇൻറ്റു എന്ത് വേണം, അകത്ത് വന്നേക്കുന്ന ആ ഫംഗ്ഷൻ എന്താ എക്സ് പ്ലസ് 1 ബൈ എക്സ്, അതിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. സോ എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അത്രയും ചെയ്തിട്ടുള്ളൂ നമ്മൾ. കണ്ടോ, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുത്തു. എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സിമ്പിളായതൊക്കെ സിമ്പിൾ. എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്താൽ പോരെ, ഈസി അല്ലേ. ഈസി. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര, 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അതല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ഇതാണ്ട് 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ. സോ അങ്ങനെ ഡി യു ബൈ ഡി എക്സും ഉണ്ട്, ഡി വി ബൈ ഡി എക്സും ഉണ്ട്. സിംപ്ലി എന്ത് ചെയ്യുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കിവിടെ ഒന്നും കോമൺ എടുക്കാനൊന്നുമില്ല, വേറെ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതാണ്ട് 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയറിലെ അത് ശരിക്കും പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്നും വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാൻസലേഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഞാനൊന്നുകൂടെ അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ക്യാൻസലും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തതല്ലേ, നമുക്ക് ക്യാൻസൽ ചെയ്തതൊന്ന് വൃത്തിയായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, നോക്കിക്കേ, ഇതാണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എന്താ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ എഴുതുമ്പോൾ ഒരു ഭംഗിയാണ്. ഇനി ഇതാ നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തോ വരും, എക്സ് സ്ക്വയർ വരും. ഇനി ആ താഴത്തതിനെ ചെയ്താലോ, ഇതിനെ ചെയ്താലോ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ, സോ വേണമെങ്കിൽ ഈ എക്സും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഈ എക്സും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലസ് അടുത്ത ടൈം എന്താ, അതവിടെ കഴിഞ്ഞു. അടുത്ത ടൈം എന്താ, എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് അല്ലയോ. സോ എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ എക്സ്, അതിനെ അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു ഇവിടെ എന്താ ഉണ്ട്, ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആയി എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് വരും. സോ അതെന്താവും, ഇവിടെ താഴെ ആൾറെഡി ഒരു എക്സ് ഉണ്ടായിരുന്നത് എന്താവും, എക്സ് സ്ക്വയർ ആവും. മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ, ദ ഹോൾ റൈസ് ടു എക്സ് ഉണ്ട് അല്ലേ, ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഇവിടെ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വേണ്ട, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1
പ്ലസ് എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ.